കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് യോഗത്തിൽ അവതരിപ്പിക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ ഭരണസമിതി അധികാരമേറ്റെടുത്തിട്ട് 14-ാം പഞ്ചവത്സര പദ്ധതിയിലെ 4ാമത്തെ ബജറ്റും നിലവിലുള്ള ഭരണസമിതിയുടെ അവസാന ബജറ്റും ഏറെ അഭിമാനത്തോടെ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ പ്രസിഡന്റ് എല്ലാ കാര്യങ്ങളിലേക്കും കടന്നുപോയി. ഞാൻ പേടിച്ചു, ബഡ്ജറ്റും കൂടെ അവതരിപ്പിച്ച് പോകുമോ എന്ന് പേടിച്ചുപോയി. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആ കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ കടക്കുന്നില്ല. തീർച്ചയായിട്ടും പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുൻകാല ബജറ്റുകളിൽ നിന്നെല്ലാം വിഭിന്നമായി കെട്ടിലും മട്ടിലും മാറ്റം വരുത്തിയാണ് ഈ ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 2025-26 സാമ്പത്തിക വർഷത്തെ പദ്ധതിക്ക് ഏറ്റവും വേഗത്തിലുള്ള അംഗീകാരം നേടുന്നതിനുള്ള ഊർജിത ശ്രമങ്ങൾ നടന്നു വരികയാണ്. ഈ സാഹചര്യത്തിൽ വർഷാരംഭത്തിൽ തന്നെ പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ആയതിൻ്റെ ഗുണഫലങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്ന മഹനീയ ലക്ഷ്യമാണ് ഈ ബജറ്റിലൂടെ ഭരണസമിതി വിഭാവനം ചെയ്യുന്നത്. എല്ലാ ഘടക സ്ഥാപനങ്ങളിൽ നിന്നുള്ള നോൺ പ്ലാൻ ബജറ്റ് നിർദ്ദേശങ്ങൾക്കൊപ്പം വാർഷിക പദ്ധതി ബജറ്റ് നിർദ്ദേശങ്ങളും സംയോജിപ്പിച്ചുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ ബജറ്റ് എല്ലാ മേഖലകളുടെയും സമഗ്രമായ പുരോഗതിക്ക് ലക്ഷ്യമിടുകയാണ്. കഴിഞ്ഞ 4 ബജറ്റുകളിലൂടെ അനേകം വികസന പ്രവർത്തനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽപ്പെടുന്ന 7 ഗ്രാമപഞ്ചായത്തും നടപ്പിലാക്കുവാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടുകൂടി ആണ് ഞാനിവിടെ നിൽക്കുക. കഴിഞ്ഞ കുറേ വർഷങ്ങളായി സമസ്ത മേഖലകളിലെയും കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലയിലും സംസ്ഥാനത്തും മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. 2023-24 വാർഷിക പദ്ധതി കാലയളവിൽ സംസ്ഥാനത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തുകളിലൊന്നായി തീർന്നതിൽ ഈ സന്ദർഭം അഭിമാനത്തോടെ ഞാൻ ഓർക്കുകയാണ്. കേരള സംസ്ഥാന സർക്കാരിൻ്റെ പൈലറ്റ് പദ്ധതിയായ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ മൈക്രോ പ്ലാൻ തയ്യാറാക്കുകയും സംസ്ഥാനത്ത് ആദ്യമായി അത് കൈമാറുകയും ചെയ്ത ഏക ബ്ലോക്ക് പഞ്ചായത്ത് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്താണ്. 152 ബ്ലോക്കിൽ 1ാമത്തെ ബ്ലോക്ക് പഞ്ചായത്ത് കാഞ്ഞിരപ്പള്ളി അതിദാരിദ്ര്യ നിർമ്മാർജ്ജന മൈക്രോ പ്ലാൻ പദ്ധതി തയ്യാറാക്കുകയും സംസ്ഥാനത്ത് അവതരിപ്പിക്കുകയും ചെയ്ത ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്താണ് എടുത്തു പറയുവാൻ ഞാൻ അവസരം വിനിയോഗിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തുകൾ വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ഏറ്റെടുപ്പ് നടപ്പിലാക്കുന്ന പരിമിതികളുണ്ടെങ്കിലും ഗ്രാമപഞ്ചായത്തുമായി ചേർന്ന് സംയുക്ത പദ്ധതികൾ നടപ്പിലാക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2025-26 സാമ്പത്തിക വർഷത്തെ വാർഷിക ബജറ്റ് വകയിരുത്തലിലൂടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. വാർഷിക പദ്ധതി വകയിരുത്തുമ്പോൾ 2025-26 സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതിക്ക് 16,38,73,667 രൂപ പ്രതീക്ഷിക്കപ്പെടും. 2025-26 വാർഷിക പദ്ധതി 80% തുകയ്ക്കുള്ള പദ്ധതികൾ മാത്രമേ ഏറ്റെടുക്കാൻ പാടുള്ളൂ എന്നും സ്പിൽ ഓവർ കൂട്ടിച്ചേർത്തുകൊണ്ട് സമയത്ത് 100% തുകയ്ക്കുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് സുലേഖ വാലിഡേഷൻ ക്രമപ്പെടുത്തുവാൻ മതിയെന്നുള്ള ജില്ലാ ആസൂത്രണ സമിതി നിർദ്ദേശാനുസരണവും 15,40,48,021 രൂപ മാത്രമുള്ള പദ്ധതികളാണ് ഏറ്റെടുത്തിരിക്കുന്നത്. പ്രതീക്ഷിത വരവുകൾ വികസന ഫണ്ട് പൊതുവിഭാഗം 4,42,45,000 രൂപ. പട്ടികജാതി ഉപപദ്ധതി 2,36,48,000 ഉറപ്പിക. പട്ടികജാതി ഉപവിഭാഗം 30,59,000 ഉറപ്പിക. ധനകാര്യ കമ്മീഷൻ അടിസ്ഥാന ഗ്രാന്റ് 62,90,000 ഉറപ്പിക. ധനകാര്യ കമ്മീഷന്റെ ഉദ്ദേശ ഗ്രാന്റ് 94,35,000 ഉറപ്പിക. മെയിൻ്റനൻസ് ഗ്രാന്റ് നോൺ റോൺ വിഭാഗം 2,77,99,000 ഉറപ്പിക. തനത് ഫണ്ട് 3,50,000 ഉറപ്പിക. കേന്ദ്ര വിഹിതം 1,51,20,000 ഉറപ്പിക. ഗുണഭോക്ത വിഹിതം സ്ഥാപനത്തിൽ അടവാകുന്നത് 2,66,667 ഉറപ്പിക. ഗുണഭോക്ത വിഹിതം നേരിട്ട് ലഭിക്കുന്നത് 22,50,000 ഉറപ്പിക. ഗ്രാമപഞ്ചായത്ത് വിഹിതം 1,69,20,000 ഉറപ്പിക. ജില്ലാ പഞ്ചായത്ത് വിഹിതം 1,44,80,000 ഉറപ്പിക. അങ്ങനെ ആകെ 16,38,70,667 ഉറുപ്പികയുടെ പദ്ധതികളാണ് നേരിട്ട് നമ്മൾ നടപ്പിലാക്കുന്ന പദ്ധതികൾ. മേഖല തിരിച്ച് ഞാനതിലെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. ഉൽപ്പാദന മേഖല
കഴിഞ്ഞ 4 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൽപാദന മേഖലയ്ക്ക് നൽകിയ സവിശേഷമായ പ്രാധാന്യം ഈ സാമ്പത്തിക വർഷം നൽകുന്നതിന് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ശ്രമിച്ചിട്ടുണ്ട്. കുട്ടികൾക്കും വനിതകൾക്കും വയോജനങ്ങൾക്കും കൈത്താങ്ങ് നൽകുന്ന ഒട്ടനവധി പദ്ധതികൾ കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പിലാക്കുവാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചു. ഈ സാമ്പത്തിക വർഷവും ഉൽപാദന മേഖലയിൽ 1,38,16,667 രൂപ വകയിരുത്തുന്നു. വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭം ചെയ്യുന്നതിനാവശ്യമായ തൊഴിൽ പരിചയം ലഭിക്കുന്നതായ വനിതാ ഘടക പദ്ധതിയിൽപ്പെടുത്തി 5 ലക്ഷം രൂപയും നൈപുണ്യ വികസന പരിശീലനത്തിനായി വകയിരുത്തുന്നു. ഭിന്നശേഷി കുട്ടികളുടെ മാതാക്കൾക്ക് സ്വയം തൊഴിൽ സംരംഭം തുടങ്ങുന്നതിനായി 7,50,000 രൂപ വകയിരുത്തുന്നു. അംഗൻവാടികൾക്കും സ്കൂൾ കുട്ടികൾക്കും അംഗൻവാടികളിലും സ്കൂളുകളിലും റബ്ബർ ഗ്രോ ബാഗ് ചെടിച്ചട്ടി വിതരണത്തിനായി 10 ലക്ഷം രൂപ വകയിരുത്തുന്നു. ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് റബ്ബർ ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം വർദ്ധിപ്പിക്കുകയും അതിലൂടെ റബ്ബർ കർഷകർക്ക് അവരുടെ അടിസ്ഥാന വില ഉയർത്തുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമാണ് കാഞ്ഞിരപ്പള്ളി താലൂക്ക് കേന്ദ്രമാക്കി. നമുക്കറിയാം, റബ്ബർ കർഷകർ ഒട്ടേറെ ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ അവർക്കൊരു കൈത്താങ്ങായി ഗ്രാമപഞ്ചായത്തുകളും കൃഷിഭവനുമായി ചേർന്നുകൊണ്ട് റബ്ബറിൻ്റെ ഉപഭോഗം വർദ്ധിപ്പിക്കുകയും അതിലൂടെ റബ്ബർ കർഷകർക്ക് ഒരു കൈത്താങ്ങാകുവാൻ ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിടുകയാണ്. ഉൽപാദന മേഖലയിലെ പ്രധാന പദ്ധതികളിൽ ക്ഷീരകർഷകർക്ക് പാലിന് സബ്സിഡി 10 ലക്ഷം രൂപ, ക്ഷീരകർഷകർക്ക് ഡയറി ഫാം ആധുനികീകരണം 10 ലക്ഷം രൂപ, കറവ പശുക്കൾക്ക് കാലിത്തീറ്റ വിതരണ പദ്ധതി സുഭിക്ഷം എന്ന പേരിൽ നടപ്പിലാക്കുന്നു 20 ലക്ഷം രൂപ. ഒരു പഞ്ചായത്തിൽ ഒരു സംരംഭം ഈ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഒരു വീട്ടിൽ ഒരു സംരംഭം എന്നുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് അത് ഒരു പഞ്ചായത്തിൽ ഒരു സംരംഭം എന്ന രീതിയിലേക്ക് അതിനുവേണ്ടി 10 ലക്ഷം രൂപ മാറ്റിവെക്കുന്നു. കർഷക ഗ്രൂപ്പുകൾക്ക് കൂൺ കൃഷി പരിശീലനം. നമുക്കറിയാം, കാർഷിക മേഖലയാണ് നമ്മുടെ ഈ കാഞ്ഞിരപ്പള്ളി താലൂക്ക്. അവിടെ കർഷകർക്ക് ഒട്ടേറെ പദ്ധതികൾ കഴിഞ്ഞ കാലങ്ങളിൽ വിഭാവനം ചെയ്തു. എന്നാൽ ഇത്തവണ വ്യത്യസ്തമായി കൂൺ കൃഷി പരിശീലിപ്പിക്കുവാനായിട്ട് 12.5 ലക്ഷം രൂപ വകയിരുത്തുന്നു. പുരുഷ ഗ്രൂപ്പുകൾക്ക് സംരംഭങ്ങൾ തുടങ്ങുവാൻ 10 ലക്ഷം രൂപ വകയിരുത്തുന്നു. ABC അനുബന്ധ പ്രവർത്തനങ്ങൾ. നമുക്കറിയാം, തെരുവ് നായ്ക്കളുടെ നിർമ്മാർജ്ജനമാണ് നമ്മുടെ ലക്ഷ്യം. ഇന്ന് തെരുവ് നായ്ക്കൾ നമ്മുടെ മേഖലയിലാകെ പടർന്നു വരികയാണ്. അതിനായി 6 ലക്ഷം രൂപ 5 ലക്ഷം രൂപ വകയിരുത്തുന്നു. ED ക്ലബുകൾക്ക് പരിശീലനത്തിന് 2 ലക്ഷം രൂപ വകയിരുത്തുന്നു. സ്ഥിരം കൃഷി കൂലിച്ചിലവ്. സ്ഥിരമായി കൃഷി ചെയ്യുന്ന നമ്മുടെ കർഷകരെ രക്ഷിക്കുവാനായിട്ട് പഞ്ചായത്തുമായിട്ട് ചേർന്നുകൊണ്ട് 10 ലക്ഷം രൂപ വകയിരുത്തുന്നു. കർഷക ഗ്രൂപ്പുകൾക്ക് ജൈവവിള വിതരണത്തിനായി 6,67,000 രൂപ വകയിരുത്തുന്നു. കർഷക ഗ്രൂപ്പുകൾക്ക് കിഴങ്ങ് വിള കിറ്റ് വിതരണത്തിനായി 13 ലക്ഷം രൂപ വകയിരുത്തുന്നു. പട്ടികജാതി വനിതാ വിഭാഗങ്ങൾക്ക് സബ്സിഡി ഇനത്തിന് 5 ലക്ഷം രൂപ വകയിരുത്തുന്നു. ST വനിതാ ഗ്രൂപ്പുകൾക്ക് സബ്സിഡിയായി 15 ലക്ഷം രൂപ വകയിരുത്തുന്നു. സേവന മേഖലയിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുവാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മുന്നോട്ടും ഭവന നിർമ്മാണ മേഖല, വിവിധ പട്ടികജാതി പട്ടികവർഗ കോളനിയുടെ അടിസ്ഥാന സൗകര്യമൊരുക്കൽ, റോഡുകളുടെ നവീകരണം, കുടിവെള്ള പദ്ധതികൾ, ആരോഗ്യ പരിപാടികൾ, വിവിധ CHSകളുടെ അടിസ്ഥാന സൗകര്യ വികസനം, മാലിന്യ ശുചിത്വ പരിപാലനം, വിവിധ തോടുകളുടെ സംരക്ഷണം, കലാ സാംസ്കാരിക യുവജന ക്ഷേമ പ്രവർത്തനങ്ങളുടെ വിവിധങ്ങളായ അനേകം പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുവാൻ ഈ ബഡ്ജറ്റ് തയ്യാറാവുന്നു. ഈ സമയത്ത് ഈ സാമ്പത്തിക വർഷം സേവന മേഖലയിലെ വിവിധ പദ്ധതികൾക്കായി 11,90,59,900 രൂപ വകയിരുത്തുന്നു. ഭവന നിർമ്മാണമാണ് നമ്മുടെ ഇത്തവണത്തെ ഏറ്റവും പൈലറ്റ് പദ്ധതി. 270 വീടുകളാണ് കഴിഞ്ഞ 8 വർഷക്കാലമായി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്ത പദ്ധതികൾ. നമുക്കറിയാം, കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണെങ്കിലും 52,000 രൂപയാണ് കേന്ദ്രത്തിന് നമുക്ക് ലഭിക്കുക. ബാക്കി 4 ലക്ഷം രൂപയിൽ ഏതാണ്ട് 3,48,000 രൂപയും സംസ്ഥാന വിഹിതവും 3 ടയർ സംവിധാനമായ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലെ വിഹിതമായി നമ്മൾ 270 വീടുകൾക്കായി മാറ്റിവെക്കുകയാണ്. ഇത്തവണ ബ്ലോക്ക് പഞ്ചായത്ത് റോഡുകളും പാലങ്ങളും ഒന്നും ഏറ്റെടുക്കുന്നില്ല. മുഴുവൻ നമ്മുടെ മേഖലയിലെ അടിസ്ഥാന വിഭാഗമായ പാവപ്പെട്ടവരുടെ ഭവന നിർമ്മാണത്തിനായി മുഴുവൻ തുകയും മാറ്റിവെക്കുകയാണ്. ഭവന നിർമ്മാണത്തിന് 270 വീടുകൾക്കായി ഈ സേവന മേഖലയിൽപ്പെടുത്തി കേന്ദ്രവിഹിതമായ ബ്ലോക്ക് വിഹിതമായി 1,68,99,00,000 രൂപയും, കേന്ദ്രവിഹിതമായി 1,20,00,000 രൂപയും, ഗ്രാമപഞ്ചായത്ത് വിഹിതമായി 70 ലക്ഷം രൂപയും, ജില്ലാ പഞ്ചായത്ത് വിഹിതമായി 98 ലക്ഷം രൂപയും ചേർന്ന് ആകെ 4,56,00,000
ലക്ഷം രൂപ വകയിരുത്തുകയാണ്. പട്ടികജാതി വിഭാഗത്തിൽ PMAY ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിക്കായി ബ്ലോക്ക് വിഹിതം 47,29,600 രൂപയും കേന്ദ്ര വിഹിതമായി 28,80,000 രൂപയും ഗ്രാമപഞ്ചായത്ത് വിഹിതമായി 16,80,000 രൂപയും ജില്ലാ പഞ്ചായത്ത് വിഹിതമായി 23,50,000 രൂപയും ചേർത്ത് ആകെ 96 ലക്ഷം രൂപ വകയിരുത്തുന്നു. പട്ടികജാതി വിഭാഗത്തിൽ PMAY ലൈഫ് ഗുണഭോക്താക്കളായി ബ്ലോക്ക് വിഹിതമായി 6,11,800 രൂപയും കേന്ദ്ര വിഹിതമായി 2,40,000 രൂപയും ഗ്രാമപഞ്ചായത്ത് വിഹിതമായി 2,40,000 രൂപയും ജില്ലാ പഞ്ചായത്ത് വിഹിതമായി 3,36,000 രൂപയും ആകെ ചേർത്ത് 12 ലക്ഷം രൂപ വകയിരുത്തുന്നു. PMAY ലൈഫ് ഈ സാമ്പത്തിക വർഷം 27 വീടുകൾ പൂർത്തീകരിക്കാൻ നാം ലക്ഷ്യമിടുന്നു. ഭവന നിർമ്മാണം ജനറൽ 56,90,000 രൂപ, ഭവന നിർമ്മാണം SCP 96 ലക്ഷം രൂപ, ഭവന നിർമ്മാണം TSP 12 ലക്ഷം രൂപ, ലൈഫ് ഭവന നിർമ്മാണം SC 20,41,600 രൂപ, ലൈഫ് ഭവന നിർമ്മാണം TSP 2,27,800 രൂപ. അടുത്തത് ആരോഗ്യ മേഖലയാണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല. നമുക്കറിയാം, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് എരുമേലി, കൂട്ടിക്കൽ, മുണ്ടക്കയം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകൾ നമ്മുടെ ഭരണ കീഴിലുള്ളതാണ്. ഈ മേഖലയിലെ ഈ 3 ആശുപത്രികളുടെ വികസനത്തിനായി നമ്മൾ ഒട്ടേറെ പദ്ധതികൾ വിഭാവനം ചെയ്തുകൊണ്ട് നമുക്കറിയാം. എരുമേലിയിൽ ഇപ്പോൾ നമ്മൾ OP കിടത്തി ചികിത്സ ആരംഭിച്ചു. അതോടൊപ്പം ഈ ബഡ്ജറ്റിലൂടെ മുണ്ടക്കയത്ത് കിടത്തി ചികിത്സ, രാത്രികാല കിടത്തി ചികിത്സ ആരംഭിക്കുവാൻ പദ്ധതി ലക്ഷ്യമിടുന്നു. അതോടൊപ്പം കൂട്ടിക്കൽ ആശുപത്രി ബഹുനില കെട്ടിടം ഉയർന്നു വരുന്നു. അത് ഈ 6 മാസങ്ങൾ പൂർത്തീകരിച്ച് അതിൻ്റെ പ്രവേശന കവാടം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യത്തിനായി നമ്മൾ വലിയൊരു തുക ഇത്തവണ വകയിരുത്തുകയാണ്. ഏതാണ്ട് 2,16,54,000 രൂപ ആരോഗ്യ മേഖലയ്ക്കായി മാത്രം മാറ്റിവെക്കുകയാണ്. അത് വലിയൊരു വിപ്ലവകരമായ കാര്യമാണ്. നമ്മുടെ ഏറ്റവും പാവപ്പെട്ടവരായ ആളുകളാണ് നമ്മുടെ ഈ മേഖലയിൽ, ഈ ഹോസ്പിറ്റലിൽ എത്തുന്നത്. ഇന്ന് ആരോഗ്യ മേഖല മെഡിക്കൽ രംഗം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ രംഗമായി മാറുന്ന പ്രൈവറ്റ് ആശുപത്രിയുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കുവാനായിട്ട് നമുക്ക് ബ്ലോക്ക് പഞ്ചായത്ത് വലിയൊരു തുക മാറ്റിവെക്കുകയാണ്. വ്യക്തിഗത നമ്മുടെ ഡിവിഷനിലേക്കുള്ള ഫണ്ടുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഒന്നാകെ ഈ മേഖലയിൽ അടിസ്ഥാന വിഭാഗത്തിൻ്റെ ഉയർച്ചയ്ക്കായി, പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായി, അവരുടെ ഏതൊരു ആവശ്യത്തിന് കടന്നു ചെല്ലുന്ന ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുടെ ഉയർച്ചയ്ക്കായി 2,16,54,000 വകയിരുത്തുന്നു. ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിശ്ചയമായ പ്രവർത്തനങ്ങളാണ് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് കാഴ്ചവെച്ചിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ സ്ഥാപനം മുണ്ടക്കയം കുടുംബാരോഗ്യ കേന്ദ്രം, കൂട്ടിക്കൽ, എരുമേലി എല്ലാ പ്രത്യേകമായ ആരോഗ്യ പരിപാടികൾ നടപ്പിലാക്കുവാൻ ബ്ലോക്ക് പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാം. ആരോഗ്യ മേഖലയിൽ അടിസ്ഥാന സൗകര്യം, മരുന്ന് വാങ്ങൽ, ഈവനിംഗ് ഡോക്ടർമാരുടെ നിയമനം, പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെ വേതനം ഉൾപ്പെടെ ഒട്ടനവധി കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ ഞങ്ങൾ ലക്ഷ്യമിടുന്നു. മുണ്ടക്കയം കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും കൂട്ടിക്കൽ എരുമേലി CHSകളുടെയും ഈവനിംഗ് OP ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ വേതനത്തിന് വേണ്ടി മാത്രം 36,84,000 രൂപ വകയിരുത്തുന്നു. മുണ്ടക്കയം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെയും കൂട്ടിക്കൽ എരുമേലി CHSയിലെയും മരുന്ന് വാങ്ങലിന് മാത്രം 60 ലക്ഷം രൂപ വകയിരുത്തുന്നു. വിവിധ CHSകളെ ദൈനംദിന ചെലവുകൾക്കായി 22,20,000 രൂപ വകയിരുത്തുന്നു. വിവിധ CHSകളിലേക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ, കമ്പ്യൂട്ടർ അടക്കം, ഫർണിച്ചർ അടക്കം വാങ്ങുവാനായി 14,50,000 രൂപ വകയിരുത്തുന്നു. എരുമേലി CHSയിൽ വിശുദ്ധി സേനയ്ക്ക് യൂണിഫോം വാങ്ങാൻ 1 ലക്ഷം രൂപ വകയിരുത്തുന്നു. വിവിധ CHSകളുടെ സെക്കൻഡറി പാലിയേറ്റീവ് രംഗത്ത് നമുക്കൊട്ടേറെ സംഭാവനകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പാലിയേറ്റീവ് കിടപ്പ് രോഗികളുടെ ആവശ്യങ്ങൾക്കായി 17 ലക്ഷം രൂപ വകയിരുത്തുന്നു. എരുമേലി CHSയുടെ മെയിൻ്റനൻസിനായി 10 ലക്ഷം രൂപ വകയിരുത്തുന്നു. എരുമേലി CHSയിൽ നമുക്കറിയാം ഒട്ടേറെ അയ്യപ്പ ഭക്തന്മാർ കടന്നു പോകുന്ന മേഖലയാണ് എരുമേലി. നമ്മൾ മുണ്ടക്കയത്ത് എക്സ്റേ യൂണിറ്റ് സ്ഥാപിച്ചു, അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചു വരുന്നു. എരുമേലിയിലും എക്സ്റേ യൂണിറ്റ് സ്ഥാപിക്കുവാൻ ഇത്തവണ 30 ലക്ഷം രൂപ മാറ്റിവെക്കുകയാണ്. കൂട്ടിക്കൽ CHSയുടെ കെട്ടിടം പണി ദ്രുതഗതിയിൽ നടന്നു വരികയാണ്. 6 മാസം കൊണ്ട് അത് പൂർത്തീകരിച്ച് അതോടൊപ്പം പ്രവേശന കവാടം കൂടി ബ്ലോക്ക് പഞ്ചായത്ത് വിഭാവനം ചെയ്യുന്നു. പ്രവേശന കവാടത്തിനായി കൂട്ടിക്കൽ CHSയുടെ പ്രവേശന കവാടത്തിനായി 25 ലക്ഷം രൂപ വകയിരുത്തുന്നു. അടുത്തത് കുടിവെള്ള മേഖലയാണ്. നമുക്കറിയാം, എല്ലാ ഭവനങ്ങളിലും കുടിവെള്ളം എത്തിക്കുക എന്നുള്ളത് 2ാം പിണറായി ഗവൺമെൻറ്റിൻ്റെ വലിയ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഏതാണ്ട്
40% ഭവനങ്ങളിലും കുടിവെള്ളം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അതിവേഗം ജലജീവൻ പദ്ധതിയുമായി സഹകരിച്ചുകൊണ്ട് 2029 അവസാനത്തോടുകൂടി കേരളത്തിലെ മുഴുവൻ ഭവനങ്ങളിലും അപേക്ഷ കൊടുക്കുന്ന എല്ലാ ഭവനങ്ങളിലും കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നു. ഗവൺമെൻറ് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തവണ 47,17,500 രൂപ കുടിവെള്ള മേഖലയിൽ നമ്മൾ വകയിരുത്തി. അതിന് പ്രധാന പദ്ധതികൾ മണിമല്ല ഡിവിഷനിലെ പതാലിപ്പുളാവ് കുടിവെള്ള പദ്ധതി 10 ലക്ഷം രൂപ, കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വട്ടകപ്പാറ വെച്ചകപ്പള്ളിയുടെ കുടിവെള്ള പദ്ധതിക്ക് 10 ലക്ഷം രൂപ, മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് കരടിമല കുടിവെള്ള പദ്ധതിക്ക് 6,37,000 രൂപ, പൊന്തമ്പുഴ ഡിവിഷനിൽ NHUP സ്കൂൾ കുടിവെള്ള പദ്ധതിക്ക് മോട്ടറും അനുബന്ധ ഉപകരണങ്ങൾ വാങ്ങാൻ 2 ലക്ഷം രൂപ, ജലജീവൻ മിഷന് വിഹിതം നൽകുന്നത് 18,80,500 രൂപ. ശുചിത്വവും മാലിന്യവും നമുക്കറിയാം, മാലിന്യ പ്രശ്നം കേരളത്തിൽ വലിയ പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. അപ്പം അതിന് പരിഹാരം കാണുവാനായിട്ട് ഇത്തവണ ശുചിത്വ മാലിന്യ മേഖലയിൽ നമ്മൾ 1,47,175 രൂപ വകയിരുത്തുകയാണ്. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വം കൊടുത്തുകൊണ്ട് 7 പഞ്ചായത്തുകളെ സഹകരിപ്പിച്ചുകൊണ്ട് ഡബിൾ ചേംബർ ഇൻസിനേറ്റർ സ്ഥാപിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി 1,17,175 രൂപ വകയിരുത്തുന്നു. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ RRF നവീകരണവും ക്യാമറ സ്ഥാപിക്കാൻ 2 ലക്ഷം രൂപ വകയിരുത്തുന്നു. വണ്ടൻപതാർ ഡിവിഷനിൽ മുരിക്കുമേൽ പ്ലാക്കമ്പടി അസംബനി മേഖലയിൽ ഓട നവീകരിക്കാൻ 8 ലക്ഷം രൂപ വകയിരുത്തുന്നു. കൂട്ടിക്കൽ ഡിവിഷൻ ഒളയനാട് SGM UP സ്കൂളിൽ ഷീറ്റ് ഓയിൽ നിർമ്മിക്കാൻ 5 ലക്ഷം രൂപ വകയിരുത്തുന്നു. ചേനപ്പാടി ഡിവിഷനിൽ നെടുങ്കാവയിൽ വെൽഫെയർ LP സ്കൂൾ ബേബി ഫ്രണ്ട്ലി ടോയ്ലറ്റ് നിർമ്മിക്കുവാൻ 10 ലക്ഷം രൂപ വകയിരുത്തുന്നു. എരുമേലി ഗ്രാമപഞ്ചായത്ത് മുട്ടപ്പള്ളി മുസ്ലിം പള്ളിപ്പടി റോഡിന് ഓട നവീകരണം സംരക്ഷണ പദ്ധതി നിർമ്മിക്കാൻ 5 ലക്ഷം രൂപ വകയിരുത്തുന്നു. അടുത്തത് വനിതകൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, വയോജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി 93,21,000 രൂപ വകയിരുത്തുകയാണ്. ഭിന്നശേഷി കുട്ടികൾക്ക് സ്കോളർഷിപ്പ് 22 ലക്ഷം രൂപ, അംഗൻവാടികൾക്ക് പൂരക പോഷകാഹാരം ബ്ലോക്ക് വിഹിതം 20 ലക്ഷം രൂപ, വയോജനങ്ങൾക്ക് ഇയർഫോൺ വിതരണം നമ്മൾ ഈ വർഷം നടപ്പിലാക്കി 16 ലക്ഷം രൂപയുടെ ഇയർഫോൺ വാങ്ങി ഏതാണ്ട് 161 വയോജനങ്ങൾക്ക് വിതരണം ചെയ്തു. ഇനിയും ഒട്ടേറെ ആളുകൾ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം വീണ്ടും അവരെ പരിശോധന നടത്തി അവർക്ക് വേണ്ടി 12 ലക്ഷം രൂപയുടെ ഇയർഫോൺ വിതരണത്തിനായി തുക വകയിരുത്തുകയാണ്. സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ കൗമാരക്കാർക്ക് മെൻസ്ട്രൽ കപ്പ് വിതരണം 7 ലക്ഷം രൂപ വകയിരുത്തുന്നു. വനിതകൾക്ക് വെൽനസ് സെൻ്റർ, ആരോഗ്യ മേഖലയിൽ വെൽനസ് സെൻ്റർ സ്ഥാപിക്കുവാൻ വനിതകൾക്കായി 10,71,000 രൂപ വകയിരുത്തുന്നു. SC വനിതാ ഗ്രൂപ്പുകൾക്ക് സബ്സിഡിയായി 5 ലക്ഷം രൂപ വകയിരുത്തുന്നു. SC വനിതാ ഗ്രൂപ്പുകൾക്ക് വെൽനസ് സെൻ്ററുകൾക്ക് ഉപകരണം വാങ്ങാൻ വീണ്ടും നമ്മൾ വെൽനസ് സെൻ്ററിലേക്ക് ഉപകരണം വാങ്ങാൻ 15 ലക്ഷം രൂപ കൂടി വകയിരുത്തുന്നു. ST വനിതാ ഗ്രൂപ്പുകൾക്ക് സംരംഭങ്ങൾ തുടങ്ങുവാൻ സബ്സിഡി ഇനത്തിൽ 1,50,000 രൂപ വകയിരുത്തുന്നു. പട്ടികജാതി വിദ്യാർത്ഥികളുടെ പഠനമുറിക്കായി 66 ലക്ഷം രൂപ വകയിരുത്തുന്നു. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനമുറിക്കായി 13,79,000 രൂപ വകയിരുത്തുന്നു. കലാ സാംസ്കാരിക യുവജനക്ഷ മേഖലയിലുമായി ബന്ധപ്പെട്ട് യുവാക്കൾക്കും യുവതികൾക്കും ഒരുപോലെ പ്രോത്സാഹനം നൽകുന്ന കൈത്താങ്ങ് നൽകുന്ന പദ്ധതികൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. ഈ കാലത്തും കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ഇതിന് പ്രതിജ്ഞാബദ്ധമാണ്. ഈ സാമ്പത്തിക വർഷം ഈ മേഖലയിൽ 13 ലക്ഷം രൂപ വകയിരുത്തുന്നു. കേരളോത്സവം 2.5 ലക്ഷം രൂപ വകയിരുത്തുന്നു. വജ്രജൂബി കലാകാരന്മാർ നമുക്കൊണ്ടറിയാം. രാഹുൽ കച്ചാപ്പി അടക്കമുള്ള വജ്രജൂബി കലാകാരന്മാർ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 7 പഞ്ചായത്തുകളും സെൻറ്റർ ഇട്ടുകൊണ്ട് സൗജന്യമായി കൈമോശം വന്ന കലാരൂപങ്ങൾ ട്രെയിനിങ് സെൻറ്ററുകൾ നമുക്ക് ഉണ്ട്. എല്ലാ മേഖലയിലും ഉണ്ട്. അവർക്ക് ശമ്പള ഇനത്തിൽ 4,50,000 രൂപ മാറ്റിവെക്കുന്നു. പട്ടികജാതി പട്ടികവർഗ യുവതി യുവാക്കൾക്ക് വാദ്യോപകരണങ്ങൾ നമ്മൾ എല്ലാ വർഷവും കൊടുക്കാറുണ്ട്. അവർക്കൊരു തൊഴിൽ സംരംഭമായി മാറുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു നല്ല പദ്ധതി ആയതിനാൽ ഈ വർഷവും 6 ലക്ഷം രൂപ അതിനുവേണ്ടി വകയിരുത്തുന്നു. പശ്ചാത്തല മേഖലയിലേക്ക് നമുക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ടുള്ള കുതിപ്പിൽ ഊർജ്ജം പകരുന്നത് അടിസ്ഥാന സൗകര്യ വികസനമാണ്. പശ്ചാത്തല മേഖലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തി വന്നിട്ടുണ്ട്. നമുക്കറിയാം, തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന
സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കേരളത്തിൻ്റെ സമാനതയില്ലാത്ത സംഭാവനകൾ നൽകിയ കാഞ്ഞിരപ്പള്ളിക്കാരുടെ അഭിമാനമായ ശ്രീമതി അക്കാമ ചെറിയാൻ്റെയും ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറിൻ്റെയും ഓർമ്മ എന്നും നിലനിർത്തുന്നതിന് വേണ്ടി കാഞ്ഞിരപ്പള്ളിയിൽ അവരുടെ സ്മാരകം നിർമ്മിക്കാനായി 8 ലക്ഷം രൂപ വകയിരുത്തുന്നു. അങ്ങനെ ഈ മേഖലയിൽ ആകെ 1,77,00,000 രൂപ വകയിരുത്തുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുക. പൊന്തമ്പുഴ, എലിവാരിക്കല, ഉരുളുമട്ട, താഴ്ത്തുകാവ്, പറത്താനം എന്നീ SC മേഖലകളിലെ SC സങ്കേതങ്ങളിലെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാൻ 20 ലക്ഷം രൂപ വകയിരുത്തുന്നു. ABC സെൻ്ററുകളുടെ ഡെവലപ്മെൻറ്റ്സിനായി 15 ലക്ഷം രൂപ വകയിരുത്തുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന് കൈമാറിയ സ്ഥാപനങ്ങളായ പട്ടികജാതി വികസന ഓഫീസ്, ആനക്കല്ല് VO ഓഫീസ്, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസ്, എരുമേലി CHSCയുടെ അടിസ്ഥാന വികസനം എന്നിവയ്ക്കായി 88 ലക്ഷം രൂപ മാറ്റിവെക്കുന്നു. പാറത്തോട് ഗ്രാമപഞ്ചായത്ത് വാർഡ് 11 തുരുത്തിപ്പടവ് പഴയകാട് റോഡ് ഇന്റർലോക്ക് നിർമ്മാണത്തിനായി 6 ലക്ഷം രൂപ വകയിരുത്തുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പണികഴിപ്പിച്ച കെട്ടിടങ്ങൾക്ക് ഇപ്പോൾ നമുക്കറിയാം, അനാഥമായി പല കെട്ടിടങ്ങൾ കിടക്കുന്നത്, നെയിം ബോർഡില്ലാതെ ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടങ്ങൾ പലയിടത്തുമുണ്ട്. അവ കണ്ടുപിടിച്ചവർക്ക് നെയിം ബോർഡ് സ്ഥാപിക്കാൻ 2.5 ലക്ഷം രൂപ വകയിരുത്തുന്നു. പുഞ്ചവയൽ ഡിവിഷനിൽ വട്ടക്കാവ് കൂട്ടുങ്കൽ റോഡ് നവീകരണത്തിനായി 9 ലക്ഷം രൂപ വകയിരുത്തുന്നു. എരുമേലി ഗ്രാമപഞ്ചായത്ത് വയലിങ്കൽപ്പടി ഇരുമ്പൂന്നിക്കര റോഡ് കോൺക്രീറ്റിങ്ങിന് 5 ലക്ഷം രൂപ വകയിരുത്തുന്നു. കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വിവിധ SC സങ്കേതങ്ങളിൽ മിനിമാസ് ലൈറ്റ് സ്ഥാപിക്കാൻ 10 ലക്ഷം രൂപ വകയിരുത്തുന്നു. എരുമേലി ഗ്രാമപഞ്ചായത്ത് ഇരുമ്പൂന്നിക്കര ഗിരിനഗർ റോഡ് കോൺക്രീറ്റിങ്ങിന് 5 ലക്ഷം രൂപ വകയിരുത്തുന്നു. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പുഞ്ചവയൽ ഡിവിഷനിൽ ചെറുവള്ളി ദേവീക്ഷേത്രം ഗ്രൗണ്ട് പുനരുദ്ധാരണവും സംരക്ഷണ ഭിത്തി നിർമ്മാണവും 6 ലക്ഷം രൂപ വകയിരുത്തുന്നു. വനിതകൾക്ക് വെൽനസ് സെൻ്ററിനായി 10,71,000 രൂപ വകയിരുത്തുന്നു. പട്ടികവർഗ ക്ഷേമം നമുക്കറിയാം, ഏറ്റവും ദുരിതമനുഭവിക്കുന്ന, ഏറ്റവും വേദന അനുഭവിക്കുന്ന പാർശ്വവലപ്പിലുള്ള ജനവിഭാഗങ്ങൾക്ക് വേണ്ടി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് എന്നും നിലകൊണ്ടിട്ടുണ്ട്. അതിൻ്റെ മകുടോദാഹരണമാണ് 2,88,00,000 രൂപയാണ് ഈ തവണ പട്ടികവർഗ മേഖലയ്ക്ക് വേണ്ടി അവരെ നാം ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നാം വകയിരുത്തിയിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ തുല്യത പരിഗണന അർഹിക്കുന്ന ദുർബല ജനവിഭാഗങ്ങളുടെ കണ്ണീരൊപ്പുവാൻ അവർക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ വിഷമതകൾ നേരിട്ട് കാണുകയും അവരോട് കരുണയുടെ കരം നീട്ടുന്ന സമീപനമാണ് കഴിഞ്ഞ കാലങ്ങളിൽ നാം സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. പട്ടികവർഗ കോളനികളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് നാം ഒട്ടേറെ പദ്ധതികൾ കഴിഞ്ഞ കാലങ്ങളിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ വിഭാഗത്തിലെ ജനങ്ങളെ മുഖ്യധാരയിലേക്ക് നയിക്കുവാൻ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിജ്ഞാബദ്ധമാണ്. ആയതിനാൽ ഭവന നിർമ്മാണ മേഖലയിൽ 1,16,00,000 രൂപയും, ഭവന നിർമ്മാണം TSP മേഖലയിൽ 14,28,000 രൂപയും, പട്ടികജാതി കുട്ടികൾക്ക് പഠനമുറി നിർമ്മിക്കുവാൻ 66 ലക്ഷം രൂപയും, പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനമുറിക്കായി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പഠനമുറിക്കായി 13,79,000 രൂപയും, SC വനിതാ ഗ്രൂപ്പുകൾക്ക് സബ്സിഡി ഇനത്തിൽ 5 ലക്ഷം രൂപയും മാറ്റിവെക്കുന്നു. പട്ടികജാതി യുവതി വിഭാഗങ്ങൾക്ക് വാദ്യോപകരണങ്ങൾക്കായി 6 ലക്ഷം രൂപ വകയിരുത്തുന്നു. കോരത്തൂർ ഡിവിഷൻ പുഞ്ചവയൽ 504 ഗവൺമെൻറ് LP സ്കൂളിൽ ടോയ്ലറ്റ് നിർമ്മാണത്തിനായി 6 ലക്ഷം രൂപ വകയിരുത്തുന്നു. SC വനിതകൾക്ക് വെൽനസ് സെൻ്ററിലേക്ക് ഉപകരണം വാങ്ങാൻ 15 ലക്ഷം രൂപ വകയിരുത്തുന്നു. വിവിധ SC കോളനിയുടെ അടിസ്ഥാന സൗകര്യത്തിനായി 20 ലക്ഷം രൂപ വകയിരുത്തുന്നു. വിവിധ റോഡുകളുടെ നിർമ്മാണവും അവരുടെ പശ്ചാത്തല പ്രവർത്തികൾക്കായി 25 ലക്ഷം രൂപ വകയിരുത്തുന്നു. കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വിവിധ SC സങ്കേതങ്ങളിലേക്കും ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കൽ, ST വനിതാ ഗ്രൂപ്പ് സബ്സിഡി എന്നിവയ്ക്കായി 11.5 ലക്ഷം രൂപ വകയിരുത്തുന്നു. ജനസേവനം കാര്യക്ഷമമാക്കാൻ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തും കാഞ്ഞിരപ്പള്ളിക്ക് വിട്ടുകിട്ടിയ സ്ഥാപനമായ ജനസേവനം കാര്യക്ഷമമാക്കാൻ മുൻ പദ്ധതികളിൽ കാണിച്ചതുപോലെ നിരവധി പദ്ധതികൾ ഏറ്റെടുത്ത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. 2025-26 സാമ്പത്തിക വർഷം പ്രസ്തുത മേഖലയ്ക്ക് 24 ലക്ഷം രൂപ വകയിരുത്തുന്നു. പട്ടികജാതി വികസന ഓഫീസിൽ ഈ ഓഫീസ് സംവിധാനം അനുബന്ധ പ്രവർത്തനം 5 ലക്ഷം രൂപ വകയിരുത്തുന്നു. പദ്ധതി രൂപീകരണം മോണിറ്ററിങ്ങിനുമായി 2 ലക്ഷം രൂപ വകയിരുത്തുന്നു. IKM ബ്ലോക്ക് വീതമായി 1 ലക്ഷം രൂപ മാറ്റിവെക്കുന്നു. കൈമാറി കിട്ടിയ സ്ഥാപനങ്ങൾക്ക് ദൈനംദിന ചെലവിനായി 16 ലക്ഷം രൂപ വകയിരുത്തുന്നു. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന് കെട്ടിടങ്ങളുടെ വാടക, ഉപയോഗശൂന്യമായ വസ്തുക്കൾ ലേലം തുടങ്ങിയ ഇനത്തിൽ കിട്ടുന്ന വരവുകളല്ലാതെ മറ്റ് വരുമാന സ്രോതസ്സുകളൊന്നും തന്നെ നമുക്കില്ല. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളുടെയും ദൈനംദിന ആവശ്യങ്ങളുടെ ചെലവിലേക്കായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രധാനമായും ആശ്രയിക്കുന്നത് എല്ലാ സാമ്പത്തിക വർഷവും സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ജനറൽ പർപ്പസ് ഗ്രാൻഡാണ്.
2025-26 സാമ്പത്തിക വർഷം ജനറൽ പർപ്പസ് ഗ്രാൻഡായി 88,19,000 ഉറുപ്പിക നാം പ്രതീക്ഷിക്കുന്നു. MP, ലാഡ് MLA പ്രകൃതി ദുരിതാശ്വാസ ഫണ്ടുകൾ, MP MLA പ്രാദേശിക വികസന ഫണ്ടുകൾ, പ്രത്യേക വികസന ഫണ്ടുകൾ, പ്രത്യേക ദുരിതാശ്വാസ ഫണ്ട് ഇനത്തിൽ ലഭിക്കുന്ന തുക റോഡുകൾ, കെട്ടിടങ്ങൾ, മിനിമാസ് ലൈറ്റുകൾ, വെയിറ്റിംഗ് ഷെഡുകൾ എന്നിവ സ്ഥാപിക്കുവാൻ ലക്ഷ്യമിടുന്നു. പ്രധാനമായും ഈ മേഖലയിൽ ലഭിക്കുന്ന തുക ഉപയോഗിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കുറേ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഇവയെല്ലാം മോണിറ്ററിങ് ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്താണ് നടപ്പിലാക്കുന്നത്. ഈ വർഷം MP MLA ഇനത്തിൽ 1 കോടി, ആകെ 3 കോടി, MP ഫണ്ടിൽ നിന്ന് 1 കോടി 50 ലക്ഷം ഉറുപ്പികയും പ്രഗതിക്ഷോഭ ദുരിതാശ്വാസ ഫണ്ടിൽ 3 കോടി ഉറുപ്പികയുടെ വരവും പ്രതീക്ഷിക്കുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പ് വർഷം കാഞ്ഞിരപ്പള്ളി ബ്ലോക്കിൽ മികച്ച രീതിയിൽ നടപ്പിലാക്കി വരുന്നു. ഗ്രാമപഞ്ചായത്ത് താമസിക്കുന്ന പ്രദേശത്തെ കുടുംബങ്ങൾ പ്രായപൂർത്തിയാകാത്ത തങ്ങൾക്ക് ഒരു സാമ്പത്തിക വർഷം 100 തൊഴിൽ ദിവസവും പട്ടികവർഗ കുടുംബങ്ങൾക്ക് 200 ദിവസവും തൊഴിലുറപ്പ് നൽകുന്ന ഈ പദ്ധതിയിൽ ബ്ലോക്ക് പ്രദേശത്തെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലെയും ഗണ്യമായ പുരോഗതി കൈവരിച്ച് ഈ പദ്ധതി നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കുന്നതിൽ നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. പുതിയ തൊഴിൽ സംസ്കാരം വളർത്തിയെടുക്കുന്നതിനും ഈ മേഖലയിൽ പണിയെടുക്കുന്നവരുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ സാമ്പത്തികവും സാമൂഹികമായ ശാക്തീകരണം ഈ പദ്ധതി ഒട്ടേറെ സംഭാവനകൾ നൽകി വരുന്നു. മണ്ണ് ജലസംരക്ഷണത്തിനും പ്രകൃതി വിഭവ പരിപാലനത്തിനും കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കും നിർധന കുടുംബങ്ങളുടെ ഉപജീവനത്തിനും സഹായകരമാവും വിധം നീർത്തടാധിഷ്ഠിത പദ്ധതികളാണ് പദ്ധതിയിൽ നടപ്പിലാക്കി വരുന്നത്. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി 2024-25 സാമ്പത്തിക വർഷത്തിൽ പ്രതീക്ഷിത അവിധിക തൊഴിൽ ദിനങ്ങൾ 6,30,734 നിലവിൽ 3,80,922 തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇക്കാര്യത്തിൽ 55.55% നേട്ടം നമുക്ക് നിലവിൽ കൈവരിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വേതന സാധന ഘടകം 60-40 എന്ന നിലയിൽ നാം ചെലവഴിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ 17,95,00,000 ഉറുപ്പിക ചെലവഴിച്ചതിൽ 4,11,00,000 ഉറുപ്പിക മെറ്റീരിയൽ ഇനത്തിൽ ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ ഏറ്റവും അധികം തൊഴിലാളികൾ തൊഴിൽ നൽകുന്നതിൽ 1-ാം സ്ഥാനമുള്ള ബ്ലോക്കാണ് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത്. 7,304 കുടുംബങ്ങളിലായി 8,295 തൊഴിലാളികൾക്ക് നടപ്പ് സാമ്പത്തിക വർഷം തൊഴിൽ നൽകി. ഇതിലൂടെ 3,80,922 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. പട്ടികവർഗ കുടുംബങ്ങൾക്ക് തൊഴിൽ നൽകുന്നതിൽ ജില്ലയിൽ 1-ാം സ്ഥാനം കാഞ്ഞിരപ്പള്ളി ബ്ലോക്കിനാണ്. 629 കുടുംബങ്ങളിലായി 38,903 തൊഴിൽ ദിനങ്ങൾ നിലവിൽ നൽകിക്കഴിഞ്ഞു. ട്രൈബൽ പദ്ധതി പ്രകാരം 110 കുടുംബങ്ങളിൽ 100 തൊഴിൽ ദിനങ്ങളും നൽകിക്കഴിഞ്ഞു. കല്ല് കയ്യാല നിർമ്മാണം, മഴക്കുഴികൾ, കൃഷിഭൂമിക്ക് തട്ടുതിരിക്കൽ, തോട് ആഴം കൂട്ടൽ, തടയണ നിർമ്മാണം, തീറ്റപ്പുൽ കൃഷി, പ്രകൃതി വിഭവങ്ങളുടെ പരിപാലനം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള വിവിധ പ്രദേശങ്ങളെ പ്രധാനമായും ചെയ്തു വരുന്നു. കുടുംബശ്രീ വനിതാ ഗ്രൂപ്പുകളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനുമായി പാറത്തോട് കൂട്ടിക്കൽ പഞ്ചായത്തിൽ 2 SHG വർക്ക് ഷെഡുകളും നിർമ്മാണം പൂർത്തീകരിച്ചു. കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം പഞ്ചായത്തുകളിൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു വരുന്നു. ദരിദ്ര കുടുംബങ്ങൾക്കായി ഉപജീവനം നടത്തുന്നു വരുന്ന സുഭിക്ഷ കേരളം പദ്ധതിയിൽ 19 പശുക്കൂടും, 21 ആട്ടിൻകൂട്, 37 കോഴിക്കൂട്, 9 അസോള ടാങ്ക്, 15 ഫാം പോണ്ട് തുടങ്ങിയ ആസ്തിയിൽ ഈ സാമ്പത്തിക വർഷം നൽകിക്കഴിഞ്ഞു. ശുചിത്വ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 24 കമ്പോസ്റ്റ് പിറ്റും 119 സ്റ്റോക്ക് പിറ്റും നിർമ്മാണം പൂർത്തീകരിച്ചു. മെറ്റീരിയൽ ഫണ്ട് കിട്ടുന്നതിന് ദീർഘമായ കാലതാമസം പദ്ധതിയെ പ്രതികൂലമായി ബാധിക്കുന്നു. അതേപോലെ തന്നെ ഗ്രാമീണ ജനവിഭാഗങ്ങൾ ഏറ്റവും അധികം ആശ്രയിക്കുന്ന MGNRGS പദ്ധതിയിൽ ഫണ്ട് എല്ലാ വർഷവും കേന്ദ്ര ഫണ്ട് ബഡ്ജറ്റിൽ ഗണ്യമായി വെട്ടിക്കുറയ്ക്കുന്നത് ഈ പദ്ധതിയെ പിറകോട്ട് വരികയാണ്. പുതിയ സാങ്കേതിക വിദ്യകൾ ഏർപ്പെടുത്തുന്നതിനും മുന്നോട്ട് പോകുന്നതിനും ആശങ്കയിലാഴ്ത്തുകയും ചെയ്യുന്നു. തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള നഴ്സറികൾ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും
നിർമ്മാണ പുരോഗതിയിലാണ്. ബഹുമാനപ്പെട്ട പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലിൻ്റെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് അംഗൻവാടി കെട്ടിടങ്ങളുടെ നിർമ്മാണവും നടത്തുന്നുള്ള പ്രോജക്റ്റുകൾ തയ്യാറാക്കി വരുന്നു. അമർ സരോവരം പദ്ധതിയിലൂടെ മണിമല ഗ്രാമപഞ്ചായത്തിലെ മേലേക്കുളത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. എരുമേലി ഗ്രാമപഞ്ചായത്തിൽ ഫോറസ്റ്റ് കുളത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലുമായി MGNRGS പദ്ധതിയിൽ 22 ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണം പൂർത്തിയായി വരുന്നു. ഇത്തരത്തിൽ 2024-25 സാമ്പത്തിക വർഷത്തിൽ അഭിമാനകരമായ നേട്ടം കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന വിവരം സന്തോഷത്തോടെ അറിയിക്കുന്നു. ആയതിലേക്കായി ഇതിനുവേണ്ടി പ്രവർത്തിച്ച ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള ഗ്രാമപഞ്ചായത്തുകളെയും ബ്ലോക്ക് പഞ്ചായത്തിലെയും ജനപ്രതിനിധികളെയും തൊഴിലുറപ്പ് ജീവനക്കാരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ വികസന ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കാൻ കഴിയുന്ന NRGS പദ്ധതികളുടെ യഥാർത്ഥ സാധ്യത പ്രയോജനപ്പെടുത്തുവാൻ പദ്ധതികളുടെ ആസൂത്രണ മേൽനോട്ട ചുമതല വഹിക്കുന്ന മേറ്റുമാർക്കായി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള കിലയുമായി ചേർന്ന് പഞ്ചായത്തുകളിലും 4 ദിവസത്തെ വിപുലമായ ട്രെയിനിങ് നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഗ്രാമീണ കേരളത്തിൻ്റെ സമഗ്രമായ വികസന സ്വയം പര്യാപ്തത മുന്നിൽ കണ്ടുകൊണ്ട് രൂപപ്പെടുത്തിയ നവകേരള മിഷനിലൂടെ എല്ലാ ഘടകങ്ങളിലെയും സാധ്യത പരമാവധി മുതലെടുക്കുവാൻ ബ്ലോക്ക് പഞ്ചായത്ത് ശ്രദ്ധ നൽകിയിട്ടുണ്ട്. ഹരിത കേരള മിഷൻ്റെ ലക്ഷ്യത്തിലൂന്നി ഗ്രാമപഞ്ചായത്തുകളിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പദ്ധതികൾ വിഭാവനം ചെയ്യുവാനും നടപ്പ് വർഷം നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളുടെ പദ്ധതി ചെലവ് 2024-25 വർഷത്തെ ലേബർ ബഡ്ജറ്റ് എന്നിവ ഇപ്രകാരമാണ്. എരുമേലിയിൽ നമ്മൾ ഇത്തവണ 5,48,99,000 രൂപ ലേബർ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ 3,35,067 ഉറുപ്പിക ലേബർ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നു. കൂട്ടിക്കൽ പഞ്ചായത്തിൽ 5,91,021 ഉറുപ്പിക പ്രതീക്ഷിക്കുന്നു. കോരത്തോട് പഞ്ചായത്തിൽ 5,18,077 ഉറുപ്പിക പ്രതീക്ഷിക്കുന്നു. മണിമലയിൽ 5,60,200 ഉറുപ്പിക പ്രതീക്ഷിക്കുന്നു. മുണ്ടക്കയം പഞ്ചായത്തിൽ 5,99,094 ഉറുപ്പിക പ്രതീക്ഷിക്കുന്നു. പാറത്തോട് പഞ്ചായത്തിൽ 5,10,3,500 രൂപ പ്രതീക്ഷിക്കുന്നു. മൊത്തം 35,53,17 ഉറുപ്പികയുടെ ലേബർ ബഡ്ജറ്റ് ഇത്തവണ പ്രതീക്ഷിക്കുകയാണ്. കാർഷിക മേഖലയ്ക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ടും സേവന പശ്ചാത്തല മേഖലകളിൽ ദീർഘവീക്ഷണത്തിലുള്ള പദ്ധതികൾക്ക് തുക വകയിരുത്തിക്കൊണ്ടുള്ള ബജറ്റാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് നേരിടുന്ന വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ മേൽപ്പറഞ്ഞ വിധത്തിൽ വിവിധ പദ്ധതികളിലെ പരിഹാരം കാണുന്നതിന് ബജറ്റ് ലക്ഷ്യമിടുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള പിന്നോക്ക വിഭാഗങ്ങൾ, ഭിന്നശേഷിയുള്ള വ്യക്തികൾ, വൃദ്ധർ, വികലാംഗർ, രോഗികൾ, സ്ത്രീകൾ, കുട്ടികൾ എന്നിവർക്കുള്ള കൈത്താങ്ങിന് ആവശ്യമായ വരും പദ്ധതികൾ, പ്രത്യേക പദ്ധതികൾ അർഹിക്കുന്ന സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഉചിതമായ രീതിയിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ആവശ്യമായ തുക വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ സ്ത്രീ സൗഹൃദ, ബാലസൗഹൃദ, ജനസൗഹൃദ ഭരണ സ്ഥിരാകേന്ദ്രമാക്കുക എന്ന ലക്ഷ്യമാണ് ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ISO സർട്ടിഫിക്കേഷൻ നേടിയതിലൂടെ സദ്ഭരണം എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയും ആയതുവഴി മുഴുവൻ ജനങ്ങൾക്കും സേവനം അതിവേഗം സുതാര്യവും ഉറപ്പു നൽകുവാൻ ബ്ലോക്ക് പഞ്ചായത്ത് സാധിക്കുകയും ചെയ്യുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാർ, ത്രിതല പഞ്ചായത്തുകൾ, ഗുണഭോക്തൃ വിഹിതം എന്നിവയിൽ നിന്ന് ലഭ്യമാകുന്ന ഫണ്ടുകളും തനത് വരുമാനവും കൂടിച്ചേരുന്നതാണ് നമ്മുടെ വിഭവ സ്രോതസ്. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിക്കുള്ളിൽ നിൽക്കുന്നത് ലഭിക്കുന്ന വരവുകളും കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ഗ്രാൻറ്റുകളും ഫണ്ടുകളും കൂടാതെ 2025-26 പ്രാരംഭവാക്കിയായ 5 ലക്ഷം ഉറുപ്പിക ഉൾപ്പെടെ 57,14,31,521 രൂപ വരവും 57,93,121 ഉറുപ്പിക ചെലവും നീക്കുബാക്കിയായി 5 ലക്ഷം രൂപയും പ്രതീക്ഷിക്കുന്ന മിച്ച ബഡ്ജറ്റാണ് 2025-26 വർഷത്തിൽ ബഹുമാന്യനായ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഞങ്ങളുടെ ആരോഗ്യമായ ചർച്ചകൾക്കും വിശദമായ വിലയിരുത്തലുകൾക്കും അംഗീകാരങ്ങൾക്കുമായി സമർപ്പിക്കുന്നു. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സർഗശക്തിയെ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. വയലാറിൻ്റെ ഈ വരികളിലൂടെ നമുക്ക് വികസനമെന്ന ആകാശത്തെ കെട്ടഴിച്ചു വിടുകയാണ് ഈ ബഡ്ജറ്റിലൂടെ.
നമുക്ക് അധികം സമയമില്ലേ. അപ്പോൾ തീർച്ചയായിട്ടും വയലാർ പറയുന്നത് പോലെ ആ വികസന കുതിപ്പിന് തടസ്സയിടുവാൻ ആർക്കും ആവില്ല എന്ന ആർജവത്തോടു കൂടി ബ്ലോക്ക് പഞ്ചായത്ത് ഈ ഭരണസമിതി ഇനിയും ഏതാണ്ട് 6-7 മാസങ്ങൾ കൂടി കഴിയുമ്പോൾ മറ്റ് ഈ ഭരണസമിതി വിരിഞ്ഞ് അടുത്ത ഭരണസമിതി. അപ്പോൾ തീർച്ചയായിട്ടും ഈ ബഡ്ജറ്റിൽ നമ്മൾ പ്രഖ്യാപിച്ച പദ്ധതികളൊക്കെ ആ ആർജവത്തോടുകൂടി, ആ കുതിരയുടെ ആർജവത്തോടുകൂടി, ആ ആകാശത്തിൻ്റെ ആർജവത്തോടുകൂടി നമുക്ക് ഒന്നിച്ചു നിന്ന് ഒരുമയോടുകൂടി വിവാദങ്ങളല്ല വികസനങ്ങളാണ് നമുക്ക് വേണ്ടത് എന്നുള്ള ആർജവത്തോടുകൂടി നമുക്ക് ഒന്നിച്ച് മുന്നേറാം എന്ന ആത്മാർത്ഥമായി വികസനത്തിൽ ഒട്ടേറെ മുന്നോട്ട് പോകാൻ നമുക്കുണ്ട് എന്ന ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബഡ്ജറ്റ് നിങ്ങളുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനം കാര്യക്ഷമമായി നടപ്പിലാക്കുവാൻ സർവാത്മനായി സഹകരിച്ച ബഹുമാനപ്പെട്ട MP-മാർ, MLA-മാർ, ത്രിതല പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിനായി എന്നെ സഹായിച്ച ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി, ഹെഡ് അക്കൗണ്ടൻറ്റ്, ഹെഡ് ക്ലർക്ക്, പ്ലാൻ ക്ലർക്ക്, ഇതര വകുപ്പ് ഉദ്യോഗസ്ഥർ, ബഹുമാനരായ എൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ആസൂത്രണ സമിതി അംഗങ്ങൾ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ, പ്രസിഡന്റ് അടക്കം ഭരണസമിതി അടക്കം എല്ലാവരെയും ഓർത്തുകൊണ്ട് ഈ ബഡ്ജറ്റ് നിങ്ങളുടെ അംഗീകാരത്തിനും അനുമതിക്കുമായി സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. നന്ദി. മുൻപാക്കി 5 ലക്ഷം രൂപയാണ് നമുക്ക് ഇത്തവണ ഉണ്ടായിരുന്നത്. ഇത്തവണത്തെ വരവ് 57,93,121. ആകെ വരവ് 57,14,34,31,521 രൂപ. ആകെ ചെലവ് പ്രതീക്ഷിക്കുന്നത് 57,93,121 രൂപ. നീക്കുബാക്കി 5 ലക്ഷം രൂപ. ബഡ്ജറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്പണിംഗ് ബാലൻസ് 5 ലക്ഷം. ടാക്സ് റവന്യൂ 0. നോൺ ടാക്സ് റവന്യൂ 8,49,500. ആകെ തനത് ഫണ്ട് 8,49,500. ജനറൽ പർപ്പസ് ഫണ്ട് 88,57,500 രൂപ. ആകെ 97,16,500 രൂപ. മറ്റ് റവന്യൂ ഗ്രാൻറ്റുകളുടെ പദ്ധതി ചെലവുകൾ 53,85,47,521 രൂപ. റവന്യൂ ഗ്രാൻറ്റുകളുടെ പദ്ധതിയിൽ 0. ആകെ റവന്യൂ ചെലവുകൾ 54,82,64,21 രൂപ. മൂലധന വരവ് വായ്പ വാങ്ങൽ 0. വായ്പ ഒഴികെ മൂലധന വരവുകൾ 2,26,500 രൂപ. മൂലധന വരവുകൾ 2,26,500 രൂപ. ആകെ വരവുകൾ 57,09,31,521 രൂപ. ആകെ വരവുകളും പ്രാരംഭ ബാക്കിയും 57,14,31,521 രൂപ. അനിവാര്യമായ ചെലവുകൾ 91,91,500 രൂപ. റവന്യൂ ഗ്രാൻഡിൽ നിന്നുള്ള പദ്ധതി ചെലവുകൾ 53,88,97,521 രൂപ. റവന്യൂ ഗ്രാൻഡിൽ നിന്നുള്ള പദ്ധതി ഇതര ചെലവുകൾ 1,75,000 രൂപ. ആകെ റവന്യൂ ചെലവുകൾ 54,82,64,521 രൂപ. മൂലധന ചെലവുകൾ 2,26,67,500 രൂപ. ആകെ മൂലധന ചെലവുകൾ 2,26,67,500 രൂപ. ആകെ ചെലവുകൾ 57,31,521 രൂപ. നീക്കുബാക്കി 5 ലക്ഷം രൂപ. ഇതാണ് പ്രധാനമായും നമ്മുടെ ബഡ്ജറ്റിൻ്റെ സംഗ്രഹം. അപ്പോൾ ഈ ബഡ്ജറ്റ് നിങ്ങളുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യുന്നു. അതോടൊപ്പം കഴിഞ്ഞ 1 മാസക്കാലം ബഡ്ജറ്റിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത, പ്രത്യേകിച്ച് പേരെടുത്ത് പറയേണ്ട നമ്മുടെ HA റജിമാൻ സാറ്, പ്ലാൻ ക്ലർക്ക് ദിലീപ്,
പ്രസിഡന്റ്, സെക്രട്ടറി, ഭരണസമിതി അംഗങ്ങൾ, എൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അംഗങ്ങൾ, ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ജീവനാടികളായ ഡാനി ജോസ്, മാഗി ജോസഫ്, ജൂബി അഷറഫ്, ഇവരുടെ എല്ലാവരുടെയും അശ്രാന്തമായ പരിശ്രമമാണ് ഈ ബഡ്ജറ്റിനെ ഇത്രയേറെ മികച്ചതാക്കി കഴിയുവാൻ കഴിഞ്ഞത്. അതോടൊപ്പം ഇവിടെ ക്ഷണിക്കപ്പെട്ട് എത്തിച്ചേർന്ന മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട ഞങ്ങൾ സഹമെമ്പർമാർ, ജീവനക്കാരെ എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ബഡ്ജറ്റ് പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.